പുതിയ ആങ്കർ അല്ല, പക്ഷെ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എത്തിയ ആളാണ്. മീറ്റ് മിസ്റ്റർ ആകാശ്. എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. ശരിക്കും പറഞ്ഞാൽ മാജിക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന രണ്ടറ്റം കാണാൻ പറ്റും. ആൻഡ് എല്ലാ മാജിക്കിനെ പോലെ നമുക്ക് ഇവിടെ രണ്ടറ്റം ഈ ഇരിക്കുന്ന ലൂപ്പ് ഉണ്ട്. ഈ ലൂപ്പ് കാണാൻ പറ്റുന്നുണ്ട് മിഡില്, കാണാൻ പറ്റുന്നില്ല. ഇതാണ് ആക്ച്വലി മിഡിൽ, ഇതാണ് സെന്റർ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പീസ് റോപ്പ് വന്നത്. വിശ്വാസം വരണില്ലല്ലേ? അപ്പൊ നമുക്ക് ഈ ഇരിക്കുന്ന റോപ്പിന്റെ അകത്ത് ആക്ച്വലി നമുക്ക് രണ്ടേ അറ്റം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇത് കാണുമ്പോൾ കൈയടിക്കാൻ മറന്നു. നിങ്ങൾക്ക് കൈയടിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഈ ഇരിക്കുന്ന അറ്റം നേരെ ഇപ്പുറത്തോട്ട് വരും. റെഡി 1 2. നിങ്ങൾ നോക്കാത്ത സമയത്ത് ആക്ച്വലി ഇപ്പുറത്തോട്ട് വരുന്നു. എന്താ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ പോകുന്നത് എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ രണ്ടറ്റം ഉണ്ട്. ആൻഡ് ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത് വലിച്ചെടുക്കുന്നുണ്ട്. ഇത് വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. നമ്മൾ ഇരിക്കുന്ന റോപ്പ് പതുക്കെ ടൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യുന്നു. അതിനപ്പോൾ നമുക്ക് സെന്ററിൽ ഇരിക്കുന്ന കാണാമല്ലോ. ഈ റോപ്പിന് അറ്റം ഒന്ന് പിടിക്കാവോ? ഞാൻ 1 2 and 3 എന്ന് പറയുമ്പോൾ വളരെ ശക്തിയായിട്ട് ഇതിൻ്റെ തൂതണം. അപ്പം ഈ സാധനം വാനിഷ് ആയി പോകും. ഓക്കെ, റെഡി 1. ശരിക്കും ഇത് തെറിച്ച് പോകത്തിന്റെ കാരണം എന്നറിയാമോ? നമ്മള് അല്ല, നമുക്കിത് ഇങ്ങോട്ട് വെച്ച് ഊതാം, ഇങ്ങോട്ടും വെച്ച് ഇതിപ്പോ എനിക്കിപ്പോ വേണമെങ്കിൽ ഒന്നും നമുക്ക് സമയമില്ല. അപ്പൊ ഇതിപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിപ്പം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ സാധനം കണ്ടോ? ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത്ഭുത പ്രവർത്തനങ്ങളിൽ പ്രാവണ്യമുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് പ്രത്യേകത നമുക്ക് പതുക്കെ ഇതിൻ്റെ അകത്തിട്ട് ഇവിടെ നിന്ന് പോകും, പതുക്കെ ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ സാധനം ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് കൈക്കകത്ത് ഇങ്ങനെ പതുക്കിട്ട് വേണമെങ്കിൽ പുറത്തോട്ട് എടുക്കാൻ പറ്റും. അതും പോസിബിൾ ആണ്. എന്തെല്ലാം അറിഞ്ഞു വെച്ചിരിക്കണു എന്റെ ഭഗവതി, ഭയങ്കരമാണോ ഭയങ്കരം. നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോയിൻ ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്ത് വേറൊരു കോയിൻ ഇരിപ്പുണ്ട്. ആൻഡ് നമുക്ക് മൂന്നാമത്തെ കോയിൻ ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടെന്നറിയാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു കോയിൻ ഇരിപ്പുണ്ട്, നമുക്ക് ഇതിന്റെ അകത്താണ് അടുത്ത കോയിൻ ഇരിക്കുന്നത്. നോർമലി ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ കോയിൻ എന്ന് മാറിയിട്ട് ഇത് വേറെ കളർ ആവുന്നതാണ് പ്രശ്നം. ഞാൻ ഞെട്ടി, പക്ഷെ വാസുവേട്ടൻ ഞെട്ടിയില്ല. ഇനിയിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇരിക്കുന്ന റേറ്റ് പതുക്കെ ഇങ്ങനെ എടുക്കാം. ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സിദ്ധനാ, മഹാസിദ്ധൻ. 2 ഏസും 1 ക്വീനും. ഇത് മാത്രമേ ഈ സാധനത്തിൻ്റെ അകത്തുള്ളൂ. നിങ്ങൾ ഈ ഇരിക്കുന്ന ക്വീനാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ ഈ ഇരിക്കുന്ന ക്വീൻ ഇങ്ങോട്ട് പതുക്കെ വയ്ക്കും. അതിനുശേഷം ഷഫിൾ ചെയ്യാൻ സ്റ്റാർട്ട്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി നിങ്ങൾ കറക്റ്റ് കാർഡ് നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഈ ഇരിക്കുന്ന ഏസ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ശ്രദ്ധിക്കുക, ഈ ഇരിക്കുന്ന 2 കാർഡ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ ഇരിക്കുന്ന ക്വീനും തലയിരിച്ച് വയ്ക്കാം. നമുക്ക് കുറച്ച് എളുപ്പം കിട്ടുമല്ലോ. റെഡിയാണോ? പ്രസിദ്ധ മാന്ത്രികനായ PC സർക്കാരിൽ നിന്നും OC മാജിക് പഠിച്ച OC സർക്കാരിന്റെ മകനല്ലേ ഇവൻ? ഈ ഇരിക്കുന്ന ക്വീൻ ഞാൻ പോക്കറ്റിലേക്ക്, ഇത് ഇവിടെ നിൽക്കുന്നോണ്ടാണല്ലോ നമുക്ക് ഈ കൺഫ്യൂഷൻ മൊത്തം വരുന്നത്. 2 ഏസ് മാത്രം നമുക്ക് മൊത്തത്തിലുള്ളൂ. ഓക്കെ, ഏത് പോക്കറ്റിലാണ് ഞാൻ കാർഡ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഈ പോക്കറ്റിൽ. ഞാൻ ആ പോക്കറ്റിൽ എടുക്കാൻ പോകുമ്പോഴായിരിക്കും ആ സാധനം അവിടെ മാറുന്നത്. നമുക്ക് ഇവിടെ 2 ഏസും 1 ക്വീനും ഉണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന ക്വീൻ ഞാൻ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ നടക്കുന്നത്? ഈ ക്വീൻ നേരെ പോക്കറ്റിൽ പോകുന്നല്ലേ ഞാൻ പറഞ്ഞു. നോക്ക് ഇവിടെ പോയി. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഗെയിം ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൊടുന്ന എല്ലാ കാർഡും ക്വീൻ ആയാൽ മാത്രം നിങ്ങൾ ഈ ഗെയിമിൽ ജയിക്കും. ലക്ഷത്തിൽ 1 കാണും ഇതുപോലൊരു ഐറ്റം. ഒരു കാര്യം ചെയ്യും, ഒന്നിൻ്റെ അകത്ത് വലിയ നീട്ടി ഒരു ഡേറ്റ് എഴുതാവോ? ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. നമുക്ക് ഇരിക്കുന്ന കാർഡ് വി ക്യാൻ സീൻ ദ സൈൻ കാർഡ്. നമ്മൾ ഈ ഇരിക്കുന്ന സൈൻ കാർഡ് ഓൾമോസ്റ്റ് ഡെക്കിന്റെ സെന്ററിൽ പോകും. മീൻസ് ഡെക്കിന്റെ സെന്ററിൽ പോയതിനു ശേഷം ഇവർ ചെയ്യുന്ന ലേറ്റ് രസമുള്ള പരിപാടി എന്ന് പറയും. അവരിങ്ങനെ പതുക്കെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ഡെക്കിന്റെ അകത്ത് എവിടെ പോയത് വരും. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ഇതിപ്പം ഓൾമോസ്റ്റ് ഡെക്കിന്റെ സെന്ററിലല്ലേ. നമ്മൾ പതുക്കെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് സ്നാപ്പ് ചെയ്യും. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. നമ്മൾ ഇതുവരെ ഇതൊരു ഇല്യൂഷൻ പോലെ പോകുന്നത്. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കാർഡ് ആക്ച്വലി ഫ്രം നമുക്ക് എല്ലാ കാർഡിലാകാതെ മാത്രമല്ല, പക്ഷെ അതും ഒരു ഇല്യൂഷനാണ്. കാരണം എന്താണെന്നറിയാമോ? ആ ഇരിക്കുന്ന ഒരൊറ്റ കാർഡ്, ദാറ്റ് കാർഡ് ഇസ് നോ മോർ. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു.